എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെടിക്ക് ഒന്നല്ല 4 പക്ഷികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. കടലമാവ് അരച്ച് വെച്ചതാണ്. അപ്പോൾ കടലമാവ് അരയ്ക്കുമ്പോൾ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. വെളുത്തുള്ളി, പെരുംജീരകം, കായം, പിന്നെ ഒരു വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട്, അതായത് ആ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. കുറച്ച് സമയം വറുത്ത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരും. ആ സമയത്ത് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന കടലമാവിലൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഉള്ളിയുടെ മണം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഈ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ഉള്ളിയും ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ, നന്നായി അരയണേ. ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ അരച്ച് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് എള്ള്, ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കായം അരയ്ക്കുമ്പോൾ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കായം ആഡ് ചെയ്യണ്ട. ഇല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ നമ്മൾ കായം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അരയ്ക്കുമ്പോൾ കടലമാവിൻ്റെ കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കായം, അതുകൊണ്ടാണ് ഇപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം വേണമെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടലപ്പൊടി അല്ലാതെ കടലമാവ് എടുത്ത് അരച്ചത് കൊണ്ട് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി അരിപ്പൊടി വറുത്തിട്ട് കൊട്ടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് മാവ് പീച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നൂലിപ്പിട്ടുണ്ട്, അതിൽ അച്ച് വേറെ മുരിക്കിൻ്റെ ചില്ലെടുത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റാറിൻ്റെയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. വീഡിയോ എടുക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നത്. പീച്ചിനൊന്നും കാണുന്നില്ല, അപ്പോൾ ക്ഷമിക്കണേ. അറിയാമല്ലോ നമുക്ക് മാവെടുത്ത് പീച്ചുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്കത് പീച്ച് കൊടുക്കാം കേട്ടോ. പീച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സൈഡ് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കണം. 2 സൈഡ് തീ നല്ല സിമ്മിലിടണേ, ഇല്ലെങ്കിൽ പുറം ഭാഗമൊക്കെ വേഗം മൊരിഞ്ഞ് കരിഞ്ഞ കളറാവും, ഉള്ളിൽ വേഗവും ഇല്ല. അപ്പോൾ തീ നല്ല സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാൻ. ഈ ലാസ്റ്റ് കോരാനാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് മൂത്തതാവുന്ന സമയത്ത് നമുക്ക് മുറുക്ക് കോരിയെടുക്കാം കേട്ടോ. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ, പരപരാന്ന്. അപ്പോൾ നമുക്ക് മുറുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാറിൻ്റെയാണ് മുറുക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് വീതിയുള്ള മറ്റേ പൊക്കവടയില്ലേ, ഓലപ്പൊക്കവട പറയില്ലേ, നമുക്കിനി അതിൻ്റെ കണ്ടോ സ്റ്റാറിൻ്റെയാണിത്. ഇത് മാറ്റിയിട്ട് നമുക്കിനി എന്താ കണ്ടോ ഓലപ്പൊക്കവടൻ്റെ ചില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം മാവ് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് വേറെ കളറ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് മാവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെയിം കളറല്ലാതെ
ഇത്തിരി വൈറ്റ് കളറിലോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്താൽ യെല്ലോ കളറിലോ ഓലപ്പക്കോട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ സെയിം മാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതും തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സിമ്മിലിട്ട് ഇളക്കി കൊടുത്ത് അതും എടുക്കാം. അതും ഒരുവിധം കളർ ചേഞ്ചായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വറുത്താവുന്ന സമയത്ത് നമുക്ക് ആ ഓലപ്പക്കോടയും കോരിയെടുക്കാം കേട്ടോ. സെയിം മാവ് തന്നെ ആയതുകൊണ്ടാണ് ഈ കളറ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുൻപ് കുറച്ച് മാവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ചായി നമുക്ക് കിട്ടും കേട്ടോ. ഇത് അത്ര അതായത് ഒരുപാട് കളറാവാതെ കോരിയെടുക്കുമ്പോൾ ഈ കളർ ചേഞ്ച് ഇത്ര കളറിൽ വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓലപ്പക്കോടയും ഈസിയായി റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പോൾ ആദ്യം സ്റ്റാറിൻ്റെ ഇട്ട് കൊടുത്തു, പിന്നെ ഓലപ്പക്കോട ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ചില്ല് സാധാ മുറുക്കില്ലേ, നീളത്തിലുള്ള മുറുക്ക്, അതിൻ്റെ അച്ചിട്ടിട്ട് ആ മുറുക്കും ഉണ്ടാക്കാം കേട്ടോ. വേണ്ടോ? അപ്പോൾ നമുക്ക് അതിലിതുപോലെ മാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ പീച്ചെടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് പീച്ച് കൊടുക്കാം. അപ്പോൾ അതും ഒരു സൈഡ് ഒരുവിധം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ അതിനൊന്ന് ഒന്ന് ഇളക്കുന്ന സമയത്ത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീളത്തിൽ കിട്ടും കേട്ടോ. ഇല്ല അങ്ങനെ തന്നെ ആ ഒരു വട്ടത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. കോരുന്ന സമയത്ത് അതുപോലെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില മൂത്ത് വരുമ്പോൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിലുള്ള സിമ്പിൾ പക്കോടയും മുറുക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ മുൻപ് ഞാൻ മാവ് അരക്കുന്നതിന് മുൻപ് തന്നെ ഒരു പകുതി അരച്ചപ്പോൾ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വടയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പീച്ചുന്ന സമയത്ത് എത്രയൊക്കെ പീച്ചിയാലും ആ അച്ചിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പണ്ടത്തെ നമ്മൾ ചീടയില്ലേ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, സീ യു. ട്രൈ ചെയ്യണേ. ബായ്. അപ്പോൾ നമ്മൾ ഒരു വെടിക്ക് 1, 2, 3, 4 അല്ല 5 ഐറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കാപ്പിയും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കാൻ പോവാണ്. ബായ്.